ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് സ്രാവ് മീൻ വറുത്തരച്ച് വെച്ച മീൻ കറിയാണ് കേട്ടോ. നമ്മുടെ സ്രാവ് പലർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വറുത്തതാണെങ്കിൽ ഞാനും കഴിക്കാറില്ല കേട്ടോ. എനിക്കെന്തോ വറുത്ത സ്രാവിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പക്ഷേ വറുത്തരച്ച് ഈ കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനും കഴിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ തീയൽ എന്നൊക്കെ പറയണത്. പക്ഷേ ഞങ്ങളുടെ കണ്ണൂർ കാസർഗോഡ് സൈഡ് തീയൽ എന്നുള്ളൊരു പ്രയോഗമില്ലാത്തതുകൊണ്ട് പണ്ട് തൊട്ടേ ഞങ്ങൾ വറുത്തരച്ച സ്രാവ് കറി അല്ലെങ്കിൽ വറുത്തരച്ച പാവയ്ക്ക കറി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഏതായാലും കഴുകി വൃത്തിയാക്കി മുളക് പുരട്ടിയിട്ടൊക്കെയാണ് ഞാൻ സ്രാവ് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറ്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അരപ്പാണ് ആദ്യം റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി. ഞങ്ങൾ വെളുത്തുള്ളി ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകവും ഞങ്ങൾ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ മീൻ കറിയിലൊക്കെ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി നമ്മൾ ചോക്ക വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാമ്പാർ പോലെ അത്ര ഡാർക്ക് നിറമാവില്ലെങ്കിലും അത്യാവശ്യം നല്ല കളറാവുന്നവരെ തന്നെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള പണി നമുക്ക് സ്രാവ് ഇവിടെ മുറിച്ച് കിട്ടുന്നതാണ്. പിന്നെ അതൊന്ന് കഴുകിയെടുക്കേ വേണ്ടുള്ളൂ. പിന്നെ തേങ്ങയും കൂടെ വറുത്ത് എടുത്തു കഴിഞ്ഞാൽ കറി പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ നിറത്തിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് വറുത്തെടുത്തേക്കരുത് കേട്ടോ, കറി ടേസ്റ്റ് തന്നെ മാറുമേ. അപ്പോൾ ഞാൻ ഈ മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. അപ്പോൾ ഇവിടെ നല്ല എരിവുള്ള മുളകായത് കാരണം തന്നെ ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റിൽ ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടെ ചേർത്തിട്ട് പൊടികൾ മൂപ്പിച്ച് വെച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പൊടികൾ മൂത്തു. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ആറി കിട്ടുമ്പോൾ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ടുന്ന പുളിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ആ അരപ്പ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം കുടംപുളി ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം. നമ്മളിവിടെ കുടംപുളി യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അരപ്പ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേഗത്തിൽ തന്നെ കറി റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഒരു 10 ചെറിയുള്ളി എടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി എൻ്റെത് കുഞ്ഞുള്ളി ആയത് കാരണം മടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതൊരു 10 ചെറിയ ഉള്ളിയും ഒരു 2 പച്ചമുളക്, കറിവേപ്പില, ഏകദേശം 1 ഇഞ്ചോളം ഉള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് വഴന്ന് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണം എല്ലാത്തിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അത്രയും നേരം മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം മൂപ്പിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് ഒന്ന് പച്ചമണം ഇഞ്ചിയുടെയും ഉള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളി നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ചേർക്കണം എന്നില്ലാത്തവർക്ക് ലാസ്റ്റിൽ അരപ്പ് ചേർക്കുമ്പോഴായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിലർക്ക് തക്കാളി അങ്ങനെ മുഴുവനായിട്ട് കിടക്കുന്നത് കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അരപ്പ് ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഞാൻ ഒരുപാട് അങ്ങ് ഉടക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അരപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം ഇട്ട് തക്കാളി വഴറ്റിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് ഞാൻ നേരത്തെ കറിക്ക് ആവശ്യത്തിനുള്ള പിഴിപുളി തന്നെ ചേർത്ത് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അരപ്പും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ അരപ്പ് പാകമാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഒപ്പം തന്നെ മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ലൂസ് കറിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം അയവിലാണ് കേട്ടോ അരപ്പ് കലക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതേ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വറുത്ത മീൻ ബാക്കി ഉണ്ടായിരുന്നു. അത് കുട്ടികളൊന്നും കഴിക്കാത്ത കാരണം ഞാൻ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അരപ്പൊക്കെ ഇട്ട് മീനൊക്കെ ഇട്ട് നന്നായി തിളപ്പിച്ച് ആവശ്യത്തിന് ചാറൊക്കെ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഉള്ളതിനേക്കാളും കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പാകത്തിൽ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് അങ്ങ് കട്ടിയാവുന്നത് ഇഷ്ടമല്ല. ഇത് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവൊക്കെ എനിക്ക് പാകമാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും, കാരണം ഇനിയും കുറുകുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാരണം ഞാൻ ഇത്ര തന്നെ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും കറി ഒന്നുകൂടി കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് ആറി കിട്ടിയ ശേഷമുള്ള പാകമാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകിയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിലും ഇത്ര തന്നെ കുറുകണം എന്ന് ഇല്ല. എനിക്ക് അത്യാവശ്യം ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടം.
അപ്പോൾ എന്തായാലും ചോറിനൊപ്പം അടിപൊളിയാണ് കേട്ടോ. വറുത്തതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു കറി ഇഷ്ടമാണെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.